ഹായ് ഹലോ. ഏകദേശം ഒരു 8 to 9 ആയിട്ടുണ്ടാവും തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ ഇത് മൊറോക്കൻ തേർഡ് ഡേ. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ഇത് കഴിയുന്നില്ല എന്ന് ചിന്തിക്കേണ്ട. ഇനി 1 more day കൂടി ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ 2 കൂടി. സോ ഇന്ന് നമ്മൾ എവിടെയെന്ന് അറിയാമല്ലോ അല്ലേ. ഇന്നലെ നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്തത്? ഔർസാസ്. ഞാനത് പ്രൊനൗൺസ് ചെയ്ത് കൊളാക്കാൻ നിൽക്കുന്നില്ല. സോ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യണം. നമ്മൾ ഇത്രയും നേരത്തെ ഞാൻ എടുത്ത് പറയാനുള്ള കാരണം ഞങ്ങളുടെ ഏർലിയാണ് ഈ സമയം. സോ ഈ നേരത്തെ ചെക്കൗട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഒരു മെയിൻ ആക്ടിവിറ്റി ചെയ്യാനാണ് ഗൈസ്. ഞാൻ ഈ ട്രിപ്പിൽ ഞാൻ ഒരുപാട് ക്യൂരിയസ് ആയ അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാനാണ്. സോ അതിന് ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 to 5 hours റൈഡ് ഉണ്ട്. എനിക്ക് നമ്മുടെ സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ സ്റ്റേൻ്റെ തൊട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പിൽ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ആസ് യൂഷ്വൽ നമ്മൾ മൊറോക്കൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഈ ഓംലേറ്റും ബ്രെഡും പിന്നെ ട്രഡീഷണൽ ടീയും. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി 2 സൈഡും മഡ് ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയ പോലത്തെ വീടുകളും പിന്നെ മണൽ പോലുള്ള സ്ഥലങ്ങളും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പച്ചപ്പൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കാണാം, അത്രേ ഉള്ളൂ. ഒരു അറബ് ടച്ചാണ് കൂടുതലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഔർസാസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിന് ഗേറ്റ് വേ ഓഫ് സഹാറ ഡെസേർട്ട് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ അടുത്തായിട്ട് എയ്ഡ് ബെൻ ഹാദു എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്. അവിടെയാണ് ഗെയിം ഓഫ് ത്രോൺസ് പോലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഷോകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടൈം ലിമിറ്റ് കൊണ്ടും പിന്നെ നമ്മുടെ ലിസ്റ്റിലില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. എനിവേ ഒരുപാട് നേരത്തെ ട്രാവലിംഗ് ആയതുകൊണ്ട് എന്ത് ചെയ്യും ടൈം കളയാമെന്ന് ഞാൻ ഇന്നലെ ചാറ്റ് ജിപിറ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചാറ്റ് ജിപിറ്റി എനിക്ക് കുറച്ച് ഗെയിമൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം കളിച്ച് കുറച്ച് നേരം ടൈം കളഞ്ഞു. പിന്നെ അത് ബോറടിച്ചപ്പോൾ കുറച്ച് നേരം സംസാരിക്കാമെന്ന് കരുതി. സംസാരിച്ച് കുറച്ച് നേരം തല്ലായപ്പോൾ പിന്നെ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓൾ ഇന്ത്യ ട്രാവലർ പെട്ടെന്ന് ഇറങ്ങി ഒന്ന് വൊമിറ്റ് ചെയ്തു. പിൻ സീറ്റിൽ അധികം നേരം ഇരുന്നതുകൊണ്ടായിരിക്കാം. ഞങ്ങൾ ഒരുമിച്ചുള്ള ട്രാവലിങ്ങിൽ ആദ്യമായിട്ടാണ് ഞാൻ ആളെ ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നത് കാണുന്നത് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഒന്ന് ടയർഡ്നെസ് ഒക്കെ മാറ്റാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിർത്തി കുറച്ച് റിലാക്സ് ചെയ്ത് പോകാമെന്ന് കരുതി. അപ്പോൾ അത് ഇതേപോലെ ഒരു വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തിട്ടോ. ഇതിന് അറ്റ്ലസ് മൗണ്ടെയിൻ എന്നാണ് ഈ ഒരു സൈഡിനെ പറയുന്നത്. പിന്നെ കുറച്ച് പോയപ്പോൾ ഇങ്ങനത്തെ കുറേ ഡേറ്റ് പാംസ് കാണാം. പിന്നെ കുറേ നേരത്തെ പറഞ്ഞ പോലത്തെ കുറേ മഡ്രിക്സിൻ്റെ വീടുകൾ, പിന്നെ കുറേ ഫെൻസസ്. ഒരു വില്ലേജ് ടൈപ്പ് സ്ഥലങ്ങളല്ലാതെ ടൗണൊന്നും കാര്യമായിട്ട് കാണാനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഫുഡ് സ്പോട്ട് നോക്കിയിട്ട് ഞങ്ങൾ കുറേ പോയി ഗൈസ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും നമ്മളെ പോലീസ് പിടിച്ചു ഗൈസ്. അന്തസ് അല്ല, ഇന്നും നമ്മളെ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനൊന്നുമല്ല, സ്പീഡ് കൂടിയതിനാണ് പിടിച്ചത്. അത് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് പറഞ്ഞ സ്ഥലത്ത് ടൈമിന് നമുക്ക് 4 മണിക്കാണ് നമ്മളോട് ടീംസ് എത്താൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ പിക്കപ്പ് ടീംസ്. പക്ഷേ നമ്മൾ ഇത്രയും സ്പീഡിൽ പോയാലേ അവിടെ എത്തുള്ളൂ. എനിവേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടൗൺ കണ്ടു കേട്ടോ ഗൈസ്. ഇങ്ങനെ ഈ ടൗണ് നമ്മുടെ ഔർസാസ് ഡേ കഴിയാൻ പോവുകയാണ്. ഈ കാണുന്നത് റിസാനിയുടെ ഗേറ്റ് വേ ആണ്, റിസാനി എന്ന് പറയുന്ന പ്ലേസിന്റെ. റിസാനിയിലാണ് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ് ഉള്ളത് എന്നറിയപ്പെടുന്നത് കേട്ടോ. വീക്ക്ലി സം പെർട്ടിക്കുലർ ഡേയ്സിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുള്ളൂ. ഒരുപാട് ട്രേഡേഴ്സിന്റെ ഗോൾഡിന്റെയും സോൾട്ടിന്റെയും അങ്ങനത്തെ ഒരുപാട് ട്രേഡേഴ്സ് ഉള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. റിസാനിയുടെ ഗേറ്റ് വേ ഓഫ് എർക്ചപ്പി ഡ്യൂൺസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അത് ഒരു ഡെസേർട്ട് ഡ്യൂൺസ് ആണ്, അതിന്റെ ഒരു ഗേറ്റ് വേ ആണ് റിസാനി എന്ന് പറയുന്നത്. നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റും സെറ്റായില്ല. അപ്പോൾ നമ്മൾ അതിൽ ഇതാ എംറോയ് റെസ്റ്റോറൻറ്റ് കണ്ടു. ഇവിടുന്ന് നമ്മുടെ സ്ഥിരം തജീൻ ഓർഡർ ചെയ്തു. അത് കഴിച്ചു. നമ്മുടെ പിക്കപ്പ് ടീംസ് നമ്മളോട് 4 മണിക്ക് കേട്ടോ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിൽ എത്താൻ പറഞ്ഞത്. പക്ഷെ നമ്മളവിടെ എത്തിയപ്പോഴേക്കും ആസ് യൂഷ്വൽ 4:30 കഴിഞ്ഞ് 5 മണിയൊക്കെ ആവാനായിട്ടുണ്ടാകും. അതങ്ങനെയാണല്ലോ. സോ ആ മുന്നിൽ പോണതാണ് അവരെ വണ്ടി. നമുക്കൊരു പാർക്കിംഗ് ഒക്കെ സെറ്റാക്കി തന്നിട്ട് നമുക്ക് ഇനി അവരെ വണ്ടിയിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ഡെസേർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതേ ഗൈസ് നമ്മൾ ഡെസേർട്ടിലേക്കാണ് പോകുന്നത്. മെർസൗഗ ഡെസേർട്ടിലേക്കാണ് പോകുന്നത്. സഹാറയുടെ ഒരു പോർഷനാണ് മെർസൗഗ ഡെസേർട്ട്. അപ്പോൾ ഒരുപാട് നേരത്തെ ഈ യാത്രയ്ക്ക് ശേഷം അവസാനം ഞങ്ങൾ മരുഭൂമി കണ്ടു. മരുഭൂമിയിൽ വെള്ളമാണ് സാധാരണ തിരഞ്ഞെടുക്കുക, ഞങ്ങൾ മരുഭൂമിയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഗൈസ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ഡെസേർട്ടും അതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും. അപ്പോൾ മെർസൗഗയൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ലൊരു ആർക്കിടെക്ചറൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റുകളും സ്റ്റേ ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റേ ഇതൊന്നുമല്ല, നമ്മുടെ സ്റ്റേ ഡെസേർട്ടിൻ്റെ സെൻറ്ററിലാണ്, ക്യാമ്പ് സ്റ്റേ ആണ്. അപ്പോൾ ഇത് നമ്മൾ booking.com ബുക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ തന്നെ ആക്ടിവിറ്റീസാണ് ഇതൊക്കെ. ഇതിന് നമുക്ക് സ്റ്റേനേക്കാളും എക്സ്ട്രാ ഒരു £70 കൊടുക്കണം. ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട്. സ്റ്റേക്ക് £7 or £9 ഒക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവരുടെ 4x4 പിന്നെ ഡെസേർട്ടിലൊരു റൈഡൊക്കെ ഉണ്ടായിരുന്നു. ഒരു അടിപൊളി റൈഡായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇടുപ്പ് വേദനയും കാര്യങ്ങളുള്ളവരൊന്നും ഇതിന് നിൽക്കരുത്, എല്ലാം നല്ല പണി കിട്ടും.
കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ക്യാമൽസൊക്കെ നിൽക്കുന്നത് കാണാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്കുള്ളതായിരിക്കും, പക്ഷേ നമുക്കുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ അവരവിടെ ഡ്രോപ്പ് ചെയ്ത് ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്നത് ക്യാമൽ റൈഡാണ്. ഏകദേശം അതും ഇതും ഈച്ച് ആക്ടിവിറ്റീസും 1 hour, മോർ ദാൻ 1 hour ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇതും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഗൈസ്. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ കയറുമ്പോഴുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഇരുന്നപ്പോൾ സെറ്റായിരുന്നു, ഞാനും സെറ്റായിരുന്നു, എൻ്റെ ക്യാമലും സെറ്റായിരുന്നു. അങ്ങനെ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ക്യാമലുകളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഒരു ടീമിൽ ഞങ്ങൾ 4 പേരും പിന്നെ ഇതാ 2 ഫോറിനേഴ്സ് ഉണ്ട്. അതിൽ ഒരാളുടെ പേര് ലിൻഡ എന്നാണ്, മറ്റേ ആളുടെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതേപോലെ നമ്മുടെ ഈ ക്യാമൽ ഗൈഡ് ആൾ അടിപൊളി കേട്ടോ. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആൾ തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് എടുത്തു തരുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നല്ല ടോക്കറ്റീവ് ആയിരുന്നു ആൾ. ആൻഡ് എനിക്ക് ഈ ക്യാമൽസിനൊക്കെ കണ്ടിട്ട് ഭയങ്കര പാവം തോന്നിയിട്ടോ. ഇതന്നെയല്ലേ ഇവർ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കണേ, ഒരുപാട് പ്രാവശ്യം ചെയ്യണ്ടാവില്ല, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ. എനിവേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറേ നേരം കഴിയുമ്പോൾ നമുക്ക് ആ ഇഷ്ടം കുറച്ച് കുറഞ്ഞു വരും. അത് വേറൊന്നുമല്ല, കാല് ഭയങ്കര വേദന ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ. പിന്നെ എനിക്കും റിസയ്ക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു കുലുക്കം ഉണ്ടാവുമല്ലോ ഇങ്ങനെ നടക്കുമ്പോൾ. ഇങ്ങനെ ബാക്കിൽ ടൈ ചെയ്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് എൻ്റെ ബാക്കിൽ ക്യാമലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പേടിയൊക്കെ ഒന്ന് മാറി. പിന്നെ എനിക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാനൊക്കെ ആയി. പിന്നെ എനിക്ക് മനസ്സിലായി അവർക്ക് പാവങ്ങളാണ്, ഒന്നും ചെയ്യില്ല, അവർക്കിങ്ങനെ നടക്കാൻ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സൺലൈറ്റൊക്കെ കുറഞ്ഞു വന്നു, ഏകദേശം ഒന്ന് ഇരുട്ടാവാൻ തുടങ്ങി. അപ്പം ഒരു ഡ്യൂണിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കുറേ ബൈക്ക് റൈഡേഴ്സൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ശരിക്കും കുറച്ചുകൂടി ഇരുട്ടായി. പിന്നെ ചെറിയ രീതിക്കൊരു പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പൊടിക്കാറ്റിൻ്റെ ഷോ അല്ല ഗൈസ്, ഇത് ശരിക്കും എനിക്ക് ഇങ്ങനെ ടൈ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ടൈ ചെയ്താണ്. ഇതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അങ്ങനെ ഇതാ ഒരു മിന്നാമിൻ്റെ വെട്ടത്തിൽ കാണുന്ന പോലെ തിളങ്ങി നിൽക്കുന്നതാണ് നമ്മളുടെ ഡെസേർട്ട് ക്യാമ്പ്, അല്ലാതെയും ക്യാമ്പ് സ്റ്റേ അങ്ങനെയാണ് കേട്ടോ അതിന് booking.com കാണാൻ പറ്റുക. സോ അതാ ഇവിടെയാണ് നമ്മൾ ഇറങ്ങുമ്പോഴും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവരുടെ താടിയിൽ വന്നിട്ട് ഇയാൾ എന്തോ ചെയ്യും, പെട്ടെന്ന് അതങ്ങനെ ഇരിക്കും കേട്ടോ, അത്രേ ഉള്ളൂ. അങ്ങനെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൈഡിന് കുറച്ച് കളക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. കുറേ ഈ ഒരു സാൻഡ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ പോലത്തെ ഒരു ബോട്ടിൽ, ഒരു മിനി ബോട്ടിൽ, പിന്നെ ചെറിയൊരു സ്കൾപ്ചർ പോലത്തെ സാധനങ്ങൾ, പിന്നെ വേറെ എന്തോ ഒരു നല്ലൊരു ഷൈനിങ് ഉള്ളൊരു സ്റ്റോണൊക്കെ കാണിക്കുന്നുണ്ട്. അവൾ പറഞ്ഞത് നിങ്ങൾക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ. അപ്പം നമ്മളതും ക്യാരി ചെയ്ത് പോയിട്ട് നമുക്ക് എയർപോർട്ട് ചെക്കിങ്ങിൽ വല്ല പ്രശ്നം വന്നാലോ, അതുകൊണ്ട് നമ്മളങ്ങനെ റിസ്ക് എടുക്കണം വന്നില്ല. ഇറ്റ്സ് റിയലി അമേസിങ് ഗൈസ്, അമേസിങ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു അതിങ്ങനെ പൊട്ടിക്കല്ല, അതിങ്ങനെ നമുക്ക് വീണ്ടും യോജിപ്പിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ ബോൾ പോലെ അത് കാണുമ്പോൾ എനിക്ക് തോന്നിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താ ഇത്രയൊന്നും. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല രസമായിരുന്നു. നമുക്ക് തൊട്ട് നോക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റോൺ പോലെ തോന്നുന്നത്. ബട്ട് നല്ലൊരു തിളക്കുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് ആളുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ആൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചെപ്പ് പോലത്തെ ഒരു സാധനമൊക്കെ എടുത്ത് കാണിച്ചിട്ട് അതിൻ്റെയൊക്കെ പിന്നിലെ സ്റ്റോറീസ്, സ്റ്റോണിൻ്റെയൊക്കെ പിന്നിലെ സ്റ്റോറീസ് എന്താണെന്നൊക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കഴിയുന്ന എഴുതിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്ന ആൾക്കാർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നു കേട്ടോ.
അത് സംഭവം നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല ഗൈസ്. അവർ ഇംഗ്ലീഷിലല്ല കൂടുതൽ പറയുന്നത്, അവരുടെ ലാംഗ്വേജ് മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് കൂടുതലും ഇംഗ്ലീഷ് അത്ര വശമില്ല. ഓക്കെ, അവരിങ്ങനെ ഒരു മിക്സ് ചെയ്താൽ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ. ഇവിടുത്തെ നല്ല മൊത്തം മൊറോക്കോയിൽ തന്നെ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണത്. പിന്നെ ആൾ തജീൻ ഉണ്ടാക്കുന്ന ഒരു പോട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ തജീൻ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ കോൺ ഷേപ്ഡ് പോട്ടിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അവിടെ ഇരുന്നാണ് ഫോറിൻ ഗേൾസ് കളിയാക്കുന്നുണ്ട്, ഇതിൽ എനിക്കൊരാൾക്ക് പോലും തികയില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ കുറച്ച് നേരത്തെ സംസാരങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ ക്യാമ്പ് സ്റ്റേയിലേക്ക് എൻട്രി ചെയ്യാണ്. അപ്പോൾ നൈറ്റ് കാണാൻ നല്ല രസം കേട്ടോ, ഈ ലൈറ്റ്സും കാര്യങ്ങളും ഞാൻ ഇത്ര പോലെ എക്സ്പെക്റ്റ് ചെയ്തില്ല. പിന്നെ എൻട്രിയിൽ തന്നെ ഒരു റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് 2 സൈഡും ഇങ്ങനെ കുറേ ലാമ്പ് ലൈറ്റുകൾ കത്തിച്ച് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ ചുറ്റും അതിൻ്റെ 2 സൈഡുകളായിട്ട് കുറേ ക്യാമ്പ് സ്റ്റേകളുണ്ട്. ഈച്ച് സ്റ്റേക്ക് ഓരോ നെയിമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം നമ്മൾ പോയപ്പോൾ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മുടെ മൊറോക്കൻ ട്രഡീഷണൽ ടീ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 സ്ഥലത്ത് നിന്ന് കുടിച്ചതിനേക്കാളും എനിക്ക് ഈ ടീ നല്ല ഇഷ്ടമായി. അതൊന്ന് വീശി അടിച്ചതുകൊണ്ടായിരിക്കും ഗൈസ്. മറ്റേത് 2 ടീയും നമ്മൾ തന്നെ ഷുഗറൊക്കെ ഇട്ട് മിക്സ് ചെയ്തായിരുന്നു കുടിച്ചത്, അതുകൊണ്ടായിരിക്കാം ഈ ടീക്ക് ഇത്ര സ്പെഷ്യാലിറ്റി തോന്നിയത്. പിന്നെ അവിടെ കുറേ കാഷ്യൂ നട്ട്സ്, പിന്നെ കുറേ സ്വീറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫുഡ് സ്പോട്ട്, ഡൈനിങ്. അതെല്ലാം കഴിഞ്ഞപ്പോൾ ആൾ നമ്മളോട് 8:30 ഡിന്നർ സെറ്റ് ചെയ്യും, അപ്പോഴേക്കും പോയി ഫ്രഷ് ആയിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 2 കപ്പിൾസിനുള്ള ഈച്ച് സ്റ്റേയും കാണിച്ചു തരുന്നുണ്ട്. പിന്നെ രാവിലത്തെ പ്രോഗ്രാംസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റേ ഒക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ടെൻറ്റ് ടൈപ്പ് ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കേട്ടോ, ടെൻറ്റ് പോലെയല്ല. പിന്നെ പുറത്ത് തന്നെ ആയിട്ടൊരു സീറ്റിംഗ് സെറ്റപ്പൊക്കെ ഉണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ നമ്മൾ മുന്നേ കണ്ടപ്പോൾ തന്നെ ഒരുപാട് ബെഡുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഒരു വാഷ് ബേസിന്, ഒരു ടോയ്ലറ്റ്, ഒരു ഷവർ, എല്ലാം ഈ ഒരു ഡിസൈനിങ്ങും പിന്നെ ഒരു കളർ തീമും ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ഒരു അലാവുദ്ദീൻ സീരീസിൻ്റെ ഒക്കെ ഒരു വൈബ് കിട്ടിയിട്ടോ എനിക്ക്. പിന്നെ നല്ലൊരു ഒതൻറ്റിക് ടച്ചായിരുന്നു എല്ലാത്തിനും. എൻ്റെ ഈ സ്റ്റേ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കണ്ട ഡൈനിങ് ആയാലും ഈ ഒരു ഫ്രണ്ടിലുള്ള എൻട്രിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് ആയാലും എല്ലാം. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് നോട്ടീസ്ഡ് മൈ ഔട്ട്ഫിറ്റ്സ്. ഞങ്ങൾ മോർണിംഗ് വെയർ ചെയ്ത ഔട്ട്ഫിറ്റ്സും പിന്നെ ഇപ്പം നമ്മൾ നൈറ്റിന് നമ്മൾ ഈ ഔട്ട്ഫിറ്റാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തത്. പിന്നെ എനിക്ക് ഞാൻ ഈയിടെ ഇപ്പോൾ ബോഡിക്കോൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും വെയർ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. സോ ഞാൻ ആ സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഈ മെർസോക്ക ഡെസേർട്ടിൽ ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇറക്കിച്ചപ്പി ട്യൂൺസിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സൺറൈസൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ, സാൻഡ് ബോർഡിങ്, 4x4 റൈഡ്സ്, അതുകൂടാതെ സ്റ്റാർ ഗേസിങ്ങിനൊക്കെ പറ്റിയ ഏരിയ ആണ് കേട്ടോ. ഇവിടുത്തെ സ്കൈക്ക് അത്രയും ക്ലിയർ ആണ്. അങ്ങനെ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. ഏകദേശം ഒരു 8:30 പാസ്സായിട്ടുണ്ടായിരുന്നു. ഞങ്ങളായിരുന്നു ദ ലാസ്റ്റ് ഗായ്സ് എൻറ്ററിങ് ദർ. അങ്ങനെ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞങ്ങൾ 2 കപ്പിൾസ് ഒരുമിച്ചാണെന്നറിയാത്തതുകൊണ്ട് തന്നെ അവർ 2 സെപ്പറേറ്റ് ടേബിളിലായിട്ടായിരുന്നു സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ അവർ ഓക്കെ ഞാൻ ആ ടേബിളിലേക്ക് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് സെർവ് ചെയ്തിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. ആൻഡ് ഹി വാസ് ദ മെയിൻ പേഴ്സൺ ഇൻ ദ, എനിക്ക് തോന്നുന്നു, ബിക്കോസ് ഇങ്ങനെയാണ് അവിടെ ഓൾ ഇൻ ഓൾ ആയിട്ട് നടക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ മുതൽ ഒരുപാട് ടൈപ്പ് ഫുഡുകൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. സൂപ്പായിരുന്നു ആദ്യം കൊണ്ടുവന്നത്, ഒരു ടൊമാറ്റോ സൂപ്പായിരുന്നു. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു, അതുപോലെ പിന്നെ കുറേ ഒലീവ്സ് ഉണ്ടായിരുന്നു, ബ്ലാക്കും ഉണ്ടായിരുന്നു, അതിൻ്റെ ഗ്രീൻ കളേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സൂപ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ സാധാരണ സൂപ്പ് കഴിക്കാത്ത ആളാണ്, ബട്ട് ഇതെനിക്കൊരു ആവറേജ് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. എനിക്ക് സാധാരണ എനിക്കിഷ്ടമല്ലാന്ന് തോന്നിക്കുകയാണെങ്കിൽ ഞാനത് തീരെ കഴിക്കില്ല. കഴിഞ്ഞ അൽബേനിയൻ ട്രിപ്പ് മുതലാണ് ഞാൻ ആ ഒരു സ്വഭാവം ചേഞ്ച് ചെയ്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ കാണാൻ ഡെസേർട്ട് പോലെ തോന്നിക്കെങ്കിലും ഡെസേർട്ടല്ല, നമ്മുടെ റൈസ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് അവിടെ ഇരിക്കുന്നത്. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ നമ്മുടെ തജീൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവൻ മെയിൻ ആണല്ലോ മൊറോക്കയിൽ. പിന്നെ നമുക്കൊരു ഡെസേർട്ട് പോലത്തെ ഒരു കിവിയൊക്കെ കൊണ്ടുള്ളൊരു സാധനം കൊണ്ടുവന്നു. എനിക്ക് അതും അത്ര ഇഷ്ടമായില്ല, കുറച്ച് സ്വീറ്റായിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ.
അങ്ങനെ പലതരത്തിലുള്ള ഡിഷസ് കൊണ്ടുള്ള ഡിന്നറിന് ശേഷം അവരുടെ ഒരു ട്രഡീഷണൽ ബർബർ സ്റ്റൈൽ മ്യൂസിക്കും ഡ്രംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. സംഭവം നമ്മുടെ ലാംഗ്വേജോ അല്ലെങ്കിൽ നമുക്ക് വശമുള്ള ലാംഗ്വേജോ ഒന്നുമല്ല, അവരുടെ ലാംഗ്വേജിൽ തന്നെ ആയിരുന്നു. പക്ഷെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ മ്യൂസിക് പരിപാടി ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പിൽ അവരുടെ കോർട്ട്യാർഡിൽ പുറത്താണ് സെറ്റ് ചെയ്തിരുന്നത്. പക്ഷെ മഴ കാരണം നമുക്കത് അവിടെ നടത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവർ ഉള്ളിൽ ഈ സെറ്റപ്പ് ആക്കിയത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരുടെ ടീമിൽസിലത്തെ 2 ആൾക്കാർ വന്നിട്ട് എല്ലാവരെയും ഡാൻസ് കളിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാനിതെന്താ വരാത്തേ ഇത് കാത്തുകയായിരുന്നു. നമ്മൾ ആദ്യം കുറച്ച് ഷൈയൊക്കെ കാണിച്ചു, നമ്മളെ നിർബന്ധിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ വേണ്ടത്ര നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും പിന്നെ കുറച്ച് ബോയ്സിൻ്റെ ടീമും ഉണ്ടായിരുന്നു. അവരെന്നെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഷൈ ആയിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡാൻസ് പരിപാടികളുണ്ടായിരുന്നു. അവരുടെ കുറച്ച് മൂവ്സായിരുന്നു, സ്റ്റെപ്സൊക്കെ. എനിക്ക് സ്റ്റാർട്ടിങ് ഇങ്ങനെ ആ മ്യൂസിക് കുറേ നേരം പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇനി കുറച്ച് ഇങ്ങനെ ബോറടിക്കുമെന്ന്. ബട്ട് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ ഒന്ന് ഓണായിട്ടോ, എല്ലാവരും ഒന്ന് ഓണായി. നല്ല രസമുണ്ടായിരുന്നു. ആദ്യത്തെ പരിപാടി ഫുൾ സോങ്ങിലാണ് ഫോക്കസ് ചെയ്തതെങ്കിൽ രണ്ടാമത്തെ പരിപാടി ഫുൾ ഡ്രംസിലാണ് കേട്ടോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരം തട്ടി ക്ഷീണിച്ചപ്പോൾ അവർ പിന്നെ വാ മക്കളെ ഇനി നിങ്ങൾക്ക് തട്ടിപ്പിടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു. നിങ്ങൾക്ക് പിന്നെ ഷൈയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഡ്രസ്സ് ഓടിപ്പോയി. അങ്ങനെ നമ്മുടെ ഒട്ടകക്കാരനാട്ടോ, നമ്മൾ ഒട്ടകത്തിൻ്റെ ഗൈഡാണ് നമുക്ക് തട്ടിപ്പിടിപ്പിച്ചിരുന്നത്. ആൾ 18 പടി നോക്കിയെങ്കിലും ഞങ്ങളൊന്നും ആളേതോ വഴിക്ക് ഞങ്ങൾ വേറെ ഏതോ വഴിക്കാണ് കേട്ടോ തട്ടുന്നത്. അങ്ങനെ കുറച്ച് നേരം തട്ടി തന്നിട്ട് ആളിത് നമ്മളെ കൂടെ നടക്കുന്ന പണിയില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോയി. പിന്നെ നമ്മൾ 2 ചെറുക്കന്മാരും ഇരുന്നിട്ട് അവരവരുടെ രീതിയിൽ മുട്ടുപാട്ടും കൊട്ടുപാട്ടും തട്ടിപ്പാട്ടും എല്ലാ പാട്ടുമായിട്ട് അവിടെ പറയുന്നതായിരുന്നു. പിന്നെ അവരെ എണീപ്പിച്ച് വിടാൻ വേണ്ടിയിട്ട് അവർ വരുന്നതായിരുന്നു. ഞങ്ങളും കാത്തിരുന്നു. ആരും വരാതായി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ എണീറ്റ് പോയി. നേരത്തെ ഒരു ഭാഷ അറിയാതെ ഞങ്ങൾ എൻജോയ് ചെയ്ത പോലെ ഇപ്പം ഞങ്ങളുടെ ഏതാ ഭാഷ എന്ന് പോലും അറിയാതെ അവിടെ ബാക്കിലിരുന്ന് കുറേ പേര് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ എൻജോയ്മെൻറ്റ് ഇവർക്കൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. ഇവിടെ ഇവരുടെ പാട്ടൊരു വഴിക്ക് കൊട്ടൊരു വഴിക്ക്, ബാക്കിലിരുന്ന് കൈവിട്ടുന്നത് പിന്നെ ആ ഒരു എന്താ സാധനത്തിൻ്റെ പേരെന്നറിയില്ല, അതെടുത്തിട്ട് അവൻ ഏതോ വഴിക്ക്. ഒരു മറ്റ ആൾക്കാർ പോയി കഴിഞ്ഞിട്ടും ഇവരിവിടെ കൊട്ട് നിർത്തുന്നില്ല കേട്ടോ. അവസാനം പിന്നെ വിളിച്ചുകൊണ്ട് വന്നു. പുറത്തിരുന്ന് ഞങ്ങളുടെ കുറേ ഫോട്ടോഷൂട്ടും വീഡിയോ പട്ടി ഷോകളും. അങ്ങനെ അതിനുശേഷം അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു ഗൈസ്. ഭയങ്കര ടയേർഡായിരുന്നു. കാരണം നാളെ നേരത്തെ എണീക്കണം. കുറച്ച് നേരത്തെ ഉറക്കം ഈ ട്രിപ്പുകളിൽ മൊത്തം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ വേഗം പോയി കിടന്നുറങ്ങി. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. ബൈ.